ഇൻട്രോയിൽ കളിക്കാൻ ഡാൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട അവസ്ഥയായി. വീഡിയോക്ക് ലൈക്ക് തന്നില്ലെങ്കിലും ഈ ഡാൻസിന് നിങ്ങളൊരു ലൈക്ക് അടിക്കും. ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. എന്റെ ഈ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? സ്പ്രിങ് പോലത്തെ സാധനം. ഇത് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആക്കിയതല്ല, നാച്ചുറൽ ആയിട്ട് ആയതാണ്. അന്തരീക്ഷത്തിലെ ചൂട് കൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി കിടക്കുന്ന എന്റെ ഈ മുടി ചത്ത് വീണതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്റെ മാത്രമല്ല, ഇപ്പൊ ചൂട്ടത്തെ എല്ലാവന്മാരും മുടി ഏകദേശം ഇങ്ങനെയാണ്. മാതിരി ഫിസായിട്ട് കട്ട പിടിച്ചിരിക്കുവായിരുന്നു. എന്റെ തക്കൊടുക്ക് സുഖമല്ലേ? അവിടെ പൊന്നാരാ, അവിടെ മുടാരാ, ഇത് ചിരിക്കുന്നേ. തക്കൊടു ചിരിക്കുന്നുണ്ടല്ലോ. എന്റെ തക്കൊടു ചിരി വരുന്നുണ്ടോടാ? എനിക്ക് ചിരി വരുന്നുണ്ടോടാ? നിന്റെ ചിരി ഞാൻ ഇപ്പൊ മാറ്റിത്തരാം കേട്ടാ. എനിക്ക് ചിരി വരുന്നുണ്ട്, ശരിക്കും വരുന്നുണ്ട്. എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. മാറിക്കോളും. വാവ്, കൊറേ കാലത്തിന് ശേഷം നല്ലൊരു ഗോസ്റ്റിനെ ഞാൻ കണ്ട്. അൽഹംദുലില്ലാ, ഇപ്പൊ ഒരു സമാധാനം ഉണ്ട്. ഇങ്ങനെ കാണാൻ പറ്റില്ലോ. മൊഞ്ചൊന്നും ഇല്ലെങ്കിൽ നല്ല തട്ട കിട്ടിയിട്ടുണ്ട്. തട്ടത്തി മറിയത്തില്ല ഗോസ്റ്റാ. ഒരേടക്കാൻ പറമ്പ് കെട്ടിക്കില്ലെങ്കിൽ ചന്ത കെട്ടിയിട്ട് ഉറങ്ങിക്കോളാം. ഒരു തുണി 4 കമ്പേ ആവശ്യമുള്ളൂ ഒരു ചന്ത കെട്ടാൻ. എന്നാൽ സെമിറ്റേറിയത്തിന്റെ അടുത്തൊന്നും പോയിട്ട് നിങ്ങൾ ആരും വെറുതെ പോരൊന്നും വെക്കരുത്. അവിടെ താമസിക്കാനും പാടില്ല. മരിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ എന്തെല്ലോ കണക്കില്ല. അപ്പൊ ഈ എണീച്ച് വരുന്ന പ്രേത ഫസ്റ്റ് അതിന്റെ അടുക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റേ. എന്റെ എല്ലാ കാര്യം പോക്ക സാധനം ഉണ്ട് മോനെ എന്റെ കയ്യില്. ശരിയായ സാധനം. കണ്ണെല്ലാം ചോന്ന് കിടക്കുന്നുണ്ട്. സ്ലോ മോഷനിൽ നോക്കുവാണെങ്കിൽ തട്ട ഇട്ടിട്ടുണ്ട്. അത്ര വലിയ മൊഞ്ചൊന്നുമില്ല. പക്ഷേ എന്തോ സൗണ്ടും ആക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എന്താ തുമ്പിക്കൈയാണോ? അതാ എനിക്കറിയണ്ട. അതെന്തോ സാധനം? ഓ, ഇറ്റ്സ് വാനിഷ്ഡ് ബ്രോ. അതൊരു ഗോസ്റ്റ് അല്ല, ഇത് ഹ്യൂമനോയിഡ് ആണ്. സ്ലോമോഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പൗസ് ചെയ്തൊന്ന് നോക്കാം. അതായത് മുടി കാണുന്നുണ്ട്, കാല് കാണുന്നുണ്ട്, കൈ എന്തോ തുമ്പിക്കൈ പോലെ. കാടായതുകൊണ്ട് ആനക്കുട്ടിയായിരിക്കും. പക്ഷെ ഇത് കേരളല്ലല്ലോ. ആന ഇനി കേരളത്തിൽ മാത്രം എനിക്ക് അറിയാൻ പാടില്ല. ഇനി ക്രിയേറ്റ് ചെയ്തതായിരിക്കോ? പക്ഷെ ഇപ്പുറത്തേക്ക് അവൻ ക്യാമറയും കൊണ്ട് പോയ സമയത്ത് ആ സാധനത്തിന് അവിടെ കണ്ടില്ല. ഹ്യൂമനോയിഡ് ഞാൻ ഉണ്ട് നിങ്ങളടുത്ത് പറഞ്ഞില്ല. ആദ്യം പറഞ്ഞതാ, വേണ വിശ്വസിച്ച്. എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾ പുറത്ത് ഒറ്റക്കല്ല രാത്രി പുറത്തു പോകുന്ന ആൾക്കാരും ഈ വിജനമായ സ്ഥലത്തൊക്കെ എന്തായാലും ഹ്യൂമനോയിഡ്. ചില സാധനങ്ങളൊക്കെ രാത്രിയാ പുറത്തിറങ്ങും. കാരണം അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സമയം, സന്ദർഭ, സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അത് രണ്ടും ഒന്നാന്ന് എനിക്ക് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞതാ, ആ സമയത്ത് ഇത് ഇങ്ങനെ അങ്ങ് പുറത്തിറങ്ങും. അപ്പം മുന്നിൽ കാണുന്ന ആരെല്ലാം എന്തെല്ലാം ഒന്നും നോക്കൂല. അണ്ടി മുണ്ടി എല്ലാം കടിച്ചങ്ങ് പറിച്ചു കൊണ്ടുപോകും. ആദ്യം പറഞ്ഞേക്കാം. അങ്ങോട്ട് വടി കൊണ്ട് മുട്ടുന്നതിന്റെ മുമ്പേ ഇങ്ങോട്ട് 10,000 മുട്ടുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ എപ്പോ കണ്ട പോലത്തെ എനിക്കൊരു സംഭവം. പക്ഷെ ഇല്ല, ഇതൊക്കെ ഇപ്പൊ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ സാധനങ്ങളാ. പല മണ്ടലിയല്ല, മലമ്പാമ്പ് ഇപ്പൊ തുള്ളി ഇങ്ങോട്ട് വരും. എന്ത് തല ഇത്? വൃത്തിയിട്ട രസയില്ല. ഇവർക്കെല്ലാം കുറച്ച് മൊഞ്ചിലെല്ലാം വന്നൂടെ? എന്നാ മനസ്സിന് പേടിക്കേണ്ട ആവശ്യമില്ല. തല നോക്കിക്കേ നിങ്ങള്. നെറ്റ് കേരീന് ഹെയർ ട്രാൻസ്പെറന്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എനിക്ക് ഇവിടെയൊക്കെ മുടി വെക്കാം. ബാക്കിൽ നിന്ന് ക്രാഫ്റ്റ് എടുത്തിട്ട് മുന്നിൽ വെച്ചുകൊടുത്താൽ അപ്പൊ ഇവൻ അങ്ങോട്ട് ലുക്ക് ആവും. ബാക്കി മൂക്കുണ്ട്, കണ്ണുണ്ട്, ബാക്കിയൊക്കെ സെറ്റാ. മുഖംമൂടിയുടെ അഭിനയിച്ച പോലെ തോന്നുന്നേ. വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഒന്നും വിശ്വസിക്കാറില്ല. എനിക്ക് പേടി കൊണ്ടല്ല. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. വിശ്വസിക്കാണ്ടിരുന്ന നമുക്ക് പേടിയില്ല. ഓക്കെ. ഓ, ഒരു വട്ട ഡാൻസ്. അതിന്റെ അർത്ഥം ബാക്കിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട് എന്നാണ്. ഇവർ കുറെ ആൾക്കാർ കൂടിയിട്ട് എന്തോ ട്രിപ്പാ. ഓക്കെ, ബാക്കിൽ ആരും ഇല്ലേ? ഇനി അവിടെ ആരെങ്കിലും വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോഴും ബാക്കിൽ ആരും ഇല്ലേ? അതായത് മുന്നിലത്തെ 3-4 കമ്പാർട്ട്മെന്റ് മറ്റേ ഇരിക്കുന്ന സ്ഥലത്താണ് ആൾക്കാർ. ബാക്കിലത്തെ ആരും ഇല്ല എന്നാണ് പറയുന്നത്.
ഓ ഗൈസ്, എന്തോ ഒരു കറുത്ത സാധനം ഞാൻ കണ്ടേ. അവിടെ ഇതാ, ഇപ്പൊ ഇതാ ബാക്കിൽ ചെയ്ത് ഒരുത്തേ അളിയാ. ഈ ചെക്കൻ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു കേട്ടാ. കണ്ടാടി ഇപ്പൊ നോക്കിയ കറക്റ്റ് ബാക്കിൽ ചെയ്ത് ഒരുത്തേ. കാരണം ഈ ചെക്കന് മനസ്സിലായിട്ടോ, ചെക്കൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് എന്ന ക്ലിപ്പില് ആ ബാക്കിലത്തെ അതിൽ ആരും കണ്ടില്ല, പക്ഷേ അത് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് 2 റൗണ്ട് അടിച്ചപ്പോഴത്തേക്ക് ബാക്കില് അതിൽ ആരോ ഇരിക്കുന്നു. അതെങ്ങനെ അത് ഇതുപോലത്തെ ഒരു റൈഡിങ്ങിന്റെ സംഭവത്തിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇത് ഒരു സത്യമായിട്ടുള്ള ഒരു പ്രേത സ്റ്റോറി ആവാനുള്ള ചാൻസ്. ഞാൻ എന്റെ പ്രേത വീഡിയോ കാണുമ്പോൾ എല്ലാവരോടും പറയുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് കാണരുത്. ഹെഡ്സെറ്റ് കുത്തിക്കോ, പ്രശ്നമൊന്നുമില്ല. ഹെഡ്സെറ്റ് കുത്തിയാൽ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ചേട്ടൊക്കെ ഹെഡ്സെറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ നോക്കണം, അല്ലാതെ എന്തെങ്കിലുമൊക്കെ അന്തരീക്ഷ മാറ്റങ്ങൾ ഉണ്ടോ. അന്തരീക്ഷ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുമോനെ. പോസിറ്റീവായിട്ട് പ്രേതമില്ല, ഒന്നുമില്ല, ഇല്ല പ്രേതമൊന്നുമില്ല. എന്തോ ഒച്ച കേക്കുന്നു. ജമ്പസ്കാരൊന്നും തരല്ലേ. നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ, സ്ലോ മോഷനിലൊക്കെ എന്തോ ഒരു സാധനം അല്ലേ, അത് ക്ലിയർ അല്ല. പക്ഷെ ഗോസ്റ്റ് ഉണ്ട് അവിടെ, മിന്നായം പോലെ വന്നിട്ട് പോയി. പക്ഷെ ഈ പെമ്പിള്ളേർ കൊള്ളാട്ടാ, എനിക്ക് പേടിയില്ല. ഞാനാണെങ്കിൽ ആ പൊരയും കൂടിയാലും വീട്ടിൽ ഓടിയിട്ടുണ്ടാവും. നല്ല ധൈര്യശാലികളായ പെമ്പിള്ളേർ. വാവ്. ഇത് ഒരു സംഭവമാണ്. ഈ ഡാർക്ക് എന്തായാലും അതിന്റെ പേര്, ഈ ആണിയെല്ലാം കുത്തിയിട്ട് ചെയ്യുന്ന ഡാർക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാർ ഇമാതിരി കുറെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പാവക്കുട്ടിനെ എന്നിട്ട് ഈ മെഴുകുതിരി കത്തിച്ച് നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യണം. നിങ്ങളെ പുറകെ ഏതെങ്കിലും പാവക്കുട്ടിയുണ്ട് ആരെല്ലാം പറയുന്നുണ്ട് ഈ പാവക്കുട്ടികളെ മായ്ച്ച് വീട്ടിൽ വെക്കാൻ പാടില്ല. കാരണം അതിന്റെ അകത്ത് ഈ പ്രേതങ്ങൾ വെക്കുമ്പോഴും പ്രേതങ്ങൾക്ക് രൂപക്കുള്ള അതിന്റെ അകത്ത് കയറിയിരിക്കാനുള്ള എന്തൊക്കെയൊക്കെ കഴിവുണ്ട്. ഈ പാവക്കുട്ടികളെ മേത്ത് പ്രേതം, അതായത് ആത്മാവ് കേറിയിരിക്കും എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇതേപോലെ ചുമരിന്റെ മണ്ടക്ക് അല്ലെങ്കിൽ നിലത്ത് പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിക്കാം, ഇതേപോലെ കൈയും കാലും, എന്നിട്ട് ഒരു മെഴുകുതിരിയും കത്തിക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ നോക്കണ്ട, കിടന്ന് ഉറങ്ങി ഇതേ ദിവസം എന്താ അവസ്ഥ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് നോക്കാം. കണ്ടാ, ഞാൻ പറയല്ലേ കൈ കാലൊക്കെ അനങ്ങുന്നുണ്ട്. അതിന്റെ കൈ കാല് ഒക്കെ പിറ്റേഴ്സ് ആയി തോന്നുന്നു കേട്ടാ. മെഴുകുതിരി കെട്ട് സ്റ്റിക്കർ ഒട്ടിച്ചൊക്കെ ഇതാക്കി. ഓ, അതിന് കണ്ണിളകിയടാ, സാധനത്തിന് കണ്ണിളകി ഇങ്ങോട്ടേക്ക് നോക്കുന്നു. പാവക്കുട്ടിയാന്നൊന്നും ഞാൻ നോക്കൂല. ഡാ, നിന്റെ മേത്ത് പ്രേതം ഉണ്ടോടാ? നിന്റെ ചുണ്ണാമണിയാ തിരിച്ചിട്ടില്ലേ? എന്റെ കണ്ണിലേക്ക് നീ സൂക്ഷിച്ചു നോക്കിക്കോ. കണ്ണൊക്കെ ചിലപ്പോ ഇങ്ങോട്ടെല്ലാം പോകുന്നതാണോ? എന്താ പ്രേതം? എന്താടാ നീ റൂമിൽ വെക്കണ്ട ഈ സാധനത്തിനാ. ഇങ്ങനത്തെ സാധനമൊക്കെ പൊരക്കണ്ട എടുത്ത് ചാടിക്കോട്ടാ, അത് പറഞ്ഞേക്കാം. കാണാൻ ക്യൂട്ടായിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളില് ഉണ്ടി എലൂട്ടാ പ്രേതം കയറുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കീറിയണ്ട ഇതിന്റെ ഉള്ളിൽ കൂടെയെല്ലാം കയറി സാധനം. ഓ മാറിക്ക്, നായിത്തിട്ടാം. ഇത് കുറച്ച് ഓൾഡ് ആട്ടാ. ഇത് മറ്റേ ഡാർക്ക് മാജിക് ചെയ്തതാന്ന് തോന്നുന്നുണ്ട്. ഒരു പാക്കൊച്ച വന്നിട്ട് അതിന്റെ കഴുത്തില്ല, അതിന്റെ ഒരു കാലും ഇല്ല. ഈ ഡാർക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരല്ലേ ഈ പാവക്കുട്ടി വെച്ചിട്ടാ ചെയ്യാൻ. ഇനി ഇത് വല്ലത് എണീക്കോ? മിക്കവാറും എണീക്കോടാ. ഓ, അത് ഞാൻ പ്രതീക്ഷിക്കില്ല കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയ സാധനം. ഈ പാവക്കുട്ടികളെ നമ്മൾ ഇതാക്കുമ്പോൾ ഈ എന്തുകൊണ്ട് പ്രേതം റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയോ? ഒന്നാ പാവക്കുട്ടിന്റെ ഉള്ളിൽ ഈ പ്രേതം കയറി ഇരിക്കുന്നുണ്ടാവും. അതിനെടുത്ത് ഇതാക്കുമ്പോൾ പ്രേതം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചെയ്യാൻ. 2 പ്രേതങ്ങൾക്ക് ഈ പാവക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട പ്രേതത്തിനോട് തന്നെ ചോദിക്കും. അപ്പൊ പ്രേതം പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് ഈ പാവക്കുട്ടിനെ ഇഷ്ടം. എനിക്കറിയൊന്നുമില്ല പൊറ. ഓ, അണ്ടിമെയിൻ അല്ല സൂപ്പർമെയിൻ. No, never take a shortcut again to the city.
ഇതാ ആകാശത്ത് ആരോ നിക്കുന്നു. അണ്ടർമാൻ. വാവ്, ഇതൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കുമാണ് ഇതല്ലേ? ഇനി ഒഴിക്കാടുന്നു ഇതൊന്നും ശരിക്കൊന്നുമില്ല, വെറുതെ പറയുന്നു. വണ്ടി കൊണ്ട് ഒരുത്തൻ കാട്ടിപ്പോന്നുണ്ട്. ഇനി ഇവിടെ ഇനി എന്തെങ്കിലും കാണുന്നുണ്ട് നിങ്ങള്? It just got really quiet really fast. Oh, bro, എനിക്ക് ഗൂസ് പമ്പ് വന്നടാ. വണ്ടി ഷോട്ടാവുന്നില്ല. പോടാ എടുത്തിട്ട്. That was my cue to leave. What was this? സാധനത്തിനെ കണ്ട ഇള്. ഞാൻ ഈ സാധനത്തിനെ കണ്ട് അന്നേരം തോന്നി ലൈക്ക് ഇത് എന്ത് ആനിമൽ ആയിരിക്കും അല്ലേ? പെട്ടെന്ന് ഗൂസ് ബമ്പായി. ഞാൻ പറയാ ഗൂസ് പമ്പ് വരുമ്പോ നമ്മളെപ്പോഴും പേടിക്കണം. നമ്മൾ ഈ ഗൂസ് പമ്പ് വരുമ്പോഴാണ് അടുത്ത എവിടെയെങ്കിലും ഉണ്ടാവും ഈ സാധനം. കൊരങ്ങനെ ഒന്നല്ലേ, ലൈക്ക് ഹ്യൂമനോയിഡാ. ഇതോ ഹ്യൂമനോയിഡാണ്, ഗോസ്റ്റ് അല്ല. ഓക്കെ, എന്തോ ഒച്ച കേട്ടിട്ട്. ഒച്ച കേൾക്കുമ്പോ എന്തിനാ പോയി നോക്കുന്നേ? ഫ്ലാഷ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. Dude, please don't go down there. Oh my gosh. Dude, hold on. Let me go first. ജമ്പ് സ്കെയർ ഒന്നും ചേരല്, ബാക്കിയൊക്കെ ഓക്കെ. പിന്നെയും കുസ്പമ്പാടാ. അപ്പൊ ഗൈസ്, നിങ്ങൾ കുറച്ച് ഗോസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചുതരാം. വീഡിയോ ഗൈസ് അടുത്തവിടെ കാണാം. പിന്നെ പെട്ടെന്ന് വീഡിയോ ഇറക്കാൻ വേണ്ടി നോക്കാം. മസ്റ്റ് ആയിട്ട് ലൈക്ക് കമന്റ്. ഓക്കെ, അടുത്തവിടെ കാണാം ഗൈസ്. ഓക്കെ, ബൈ.